നമുക്ക് ഔലിയാക്കളാണ്, വലിയകളാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന 10 സ്വഹാബാക്കൾ. ഈ 10 സ്വഹാബാക്കളുടെ ചരിത്രത്തിലും കറാമത്ത് കഥകൾ നമ്മൾ എവിടെയും വായിച്ച് കേൾക്കുന്നില്ല. അറ്റിത്തക്കൻ VKD വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഞാൻ ഷജീർ പുളിക്കലിന്റെ വീഡിയോ കണ്ടു. ഒരുപാട് ആളുകൾ എനിക്ക് ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും പ്രസക്തമായിട്ട് അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന എനിക്ക് മറുപടി എന്ന നിലക്കാണല്ലോ അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ സത്യം പറഞ്ഞാൽ തെറ്റിയെന്ന് പറയാം. കാരണം അദ്ദേഹം പറയുന്നത് പ്രമുഖരായിട്ടുള്ള 10 സഹാബാക്കൾ പോലും അവരെ വലിയായിട്ടും ഔലിയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നവരിൽ പോലും കറാമത്ത് ഉണ്ടായിട്ടില്ല, അത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അറിയില്ല എന്നുള്ളതിൽ വായിച്ചിട്ടില്ല എന്നുള്ളത് അത് നമ്മുടെയോ അല്ലെങ്കിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ ഖുർആനിൽ ഹദീസിൽ പറയപ്പെട്ട വിഷയങ്ങൾ ഞാനോ നിങ്ങളോ നോക്കാത്തത് ആരുടെ തെറ്റാണ്? അത് നമ്മുടെ കുറവാണല്ലോ. ഏതായാലും ഇരിക്കട്ടെ. പിന്നെ ഷജീർ പറയുന്നത് മൊയ്തീൻ ഷീഖ് അടക്കമുള്ള ഖാജ മൊയ്നുദ്ദീൻ തങ്ങളടക്കമുള്ള CM വലിയുള്ളാഹി അടക്കമുള്ളവർ അവർ ഒരു ബർസഖിയായ ലോകത്താണ്. മരിച്ചതിന് ശേഷം അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ വിചാരണ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ അവരൊക്കെ യോഗ്യരാണോ അല്ലെങ്കിൽ അവർ ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിച്ചോ എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്തൊരു സംസാരമാണ്. ഞാനിങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇനി പടച്ച തമ്പുരാൻ ഇനി പുതിയ ഒരു ആയത്തുമായിട്ട് വഹിയുമായിട്ട് ഇനി വരുമോ? ഷജീറിന്റെ അടുത്തോ എൻ്റെ അടുത്തോ ഒക്കെ വരുമോ? ഇല്ലല്ലോ. ഖുർആനിൽ അതിന്റെ ഏതൊരു സൂറത്തായാലും ആയത്തായാലും അതിന്റെ വ്യാഖ്യാനം പറയുന്ന മുഫസ്സിരീങ്ങൾ, ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഒരു വാല്യൂ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. റസൂലുള്ളാഹിന്റെ ഹദീസ് അതിലൊക്കെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് പരുതുകയാണെങ്കിൽ നമുക്ക് ഈ വാദം ഉന്നയിക്കാൻ വേണ്ടി പറ്റില്ല. സഹാബാക്കൾക്കും അതുപോലെ അമ്പിയാക്കൾക്കും അവർക്കും മുഅ്ജിസത്ത്, സഹാബാക്കളായാലും ഔലിയാക്കളായാലും കറാമത്തുകൾ ഉണ്ടാകുന്നത് ഇത് ഉണ്ടാകും എങ്ങനെ? താങ്കൾ പറഞ്ഞല്ലോ അള്ളാഹു എന്നോട് കൽപ്പിക്കുന്നത്, അതായത് നമ്മളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ മുത്തക്കിയായി ജീവിക്കുക, അള്ളാഹു പറഞ്ഞതുപോലെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ഒരു മുത്തക്കിയായി ഒരു വലിയായിട്ട് മാറാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ ചെയ്തു കഴിഞ്ഞാൽ താങ്കളും ഒരു ഔലിയ പദവിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം എന്താ സംഭവിക്കുന്നത്? അള്ളാഹു തന്നെ പറയുകയാണല്ലോ, എന്റെ വിധിവിലക്കുകൾ 100% അംഗീകരിച്ച് എന്നെ മനസ്സിലാക്കി എന്നെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് അവന്റെ കണ്ണാകും, അവന്റെ കാലാകും, കയ്യാകും, എല്ലാം ആകും എന്നത് ഒരു ഹിസാബ്, ഒരു കണക്കില്ലാണ്ട് അവരെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു കൊടുക്കും. അള്ളാഹു ആണ് ലോകത്തിന്റെ അധിപൻ. അള്ളാഹു വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തത് എന്താണ്? അപ്പൊ അള്ളാഹു പറയുന്നത് എന്റെ അടിമകൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട് മുത്തഖിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഔലിയ, വലിയ അല്ലെ, ബഹുവചനം ഏകവചനം, അങ്ങനെയുള്ള ഒരു മനുഷ്യന് എന്നെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ച് ജീവിച്ച ഒരു മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കും. കൊടുക്കില്ല എന്ന വാദമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഷജീർ പറ. കേരള ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന ബുക്കില്, അത് ആ ബുക്ക് വഹാബികളുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഔലിയാക്കൾ അങ്ങനെ പറഞ്ഞാൽ അത് ഉണ്ടാകും. അതായത് അള്ളാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഉണ്ടാകും എന്ന് ഒരു വലിയ ഒരു ഔലിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കും. അതന്നെയാണ് ഈ കറാമത്ത് എന്ന് പറയുന്നത്. മൊയ്തീൻ ഷെയ്ഖിന്റെ കറാമത്തുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ലേ? അത് ഔലിയാക്കളുടെ കുത്തുബായിട്ടുള്ള മൊയ്തീൻ ഷെയ്ഖ് തങ്ങളുടെ വാക്കാണ്. എന്താണ് പറഞ്ഞത്? ഈ വഹാബികളുടെ ബുക്കിൽ എഴുതി വെച്ചതുപോലെ തന്നെയാണ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഞാനൊന്ന് ചെയ്യണമെന്നോ അല്ലെ ആകണമെന്ന് വിചാരിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ അതങ്ങനെ തന്നെ ആവും. അതിനെയാണ് ഈ കറാമത്ത് എന്ന് പറയുന്നത്. ആ കറാമത്ത് ഉണ്ടാക്കുന്നതിന്റെ ഫലം അള്ളാഹുവാണ്. അള്ളാഹു ആരാണ്? ലോകത്തിന്റെ അധിപൻ. എന്തുണ്ടാകണം ഉണ്ടാകണ്ട എന്ന് നിശ്ചയിക്കുന്നവനും കൊടുക്കുന്നവനും കൊടുക്കണ്ട എന്ന് നിശ്ചയിക്കുന്നവനും പടച്ചറപ്പാണ്. ഇനി അദൃശ്യ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് പറ്റോ? അപ്പൊ അമ്പിയാക്കളെ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ആലിമ്രാൻ സൂറത്തിലെ 49 ആയത്തിൽ പറയുന്നുണ്ട് ഈസാ നബി. അദൃശ്യമായ കാര്യങ്ങൾ പറയാൻ ഈസാ നബിക്ക് കഴിയും. വെള്ളപ്പാണ്ട് ശിഫയാക്കി കൊടുക്കാൻ കഴിയും. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിയും. അള്ളാഹു അല്ല, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അമ്പിയാക്കൾ ചെയ്യുന്ന മുഅ്ജിസത്ത് അതൊന്ന്. മറ്റൊന്ന് സൂറത്ത് നംലിൽ വലിയൊരു കറാമത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ചരിത്രം. എന്താണ്? ബിൽക്കിസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയപ്പെട്ടപ്പോൾ ഒരു ജിന്നാണ് പറഞ്ഞത്, താങ്കളെ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ പറ്റുന്നവരാരാണ്? അപ്പൊ അത് കൊണ്ടുവന്നത് ആരാണ്? ഒരു വലിയാണ്, ആബിദാണ്, ആലിമാണ്, കറാമത്താണ്. അത് ഖുർആനിലാണ് പറയപ്പെടുന്നത്. ശരിക്കും മനസ്സിലാക്കണം. ഇനി സഹാബത്തിൽ നിന്ന് കറാമത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതാണല്ലോ നിങ്ങൾ പറഞ്ഞതിലെ പ്രസക്തമായിട്ടുള്ളത്. പ്രമുഖരായിട്ടുള്ള സഹാബത്തിൽ നിന്ന് പോലും കറാമത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ കേട്ടോളി. മദീനയിൽ നിന്നും ഒരുപാട് അകലെ നഹാബന്ദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സാരിയ റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിന് അയക്കുകയാണ്. ആ യുദ്ധത്തിൽ മലകൾക്കൂടെ ഇടയിലൂടെ
ശത്രുക്കൾ വരുന്നു എന്നുള്ളത് നോക്കിക്കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടില്ലേ ചരിത്രം? അത് കറാമത്തല്ലാതെ പിന്നെ എന്താണ്? അള്ളാഹു സഹാബത്തിനായാലും ഔലിയാക്കൾക്കായാലും അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ച് മൺമറഞ്ഞ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കും, അത് അറിയിച്ചു കൊടുക്കും, അവരുടെ ഹൃദയങ്ങളിലേക്ക് കൊടുക്കും, അവരെ നാവിനെ കൊണ്ട് പറയിപ്പിക്കും, കൈകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒട്ടനവധി സംഭവ വികാസങ്ങൾ നമ്മൾ ലോകത്ത് കണ്ടിട്ടുണ്ട്. ചരിത്രങ്ങൾ പഠിക്കാതെ പോകുന്നത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്. പിന്നെ മൊയ്തീൻ ഷെയ്ഖ് അടക്കമുള്ള ഇഫാ ഷെയ്ഖ് തങ്ങള്, ഖാജ മൊയ്നുദ്ദീൻ തങ്ങള്, മമ്പ്രോൻ തങ്ങള്, സി എം വലിയുല്ലാഹി മടവൂർ തങ്ങള്, ഇവരൊക്കെ ഔലിയാക്കളാണോ? ഇവർക്കൊക്കെ ഗ്രാമത്തുണ്ടോ? ഇവർ ചെയ്ത ഇബാദത്തുകളൊക്കെ അള്ളാഹു അംഗീകരിച്ചോ ഇല്ലേ എന്നൊക്കെയാണ് വല്ലാത്തൊരു സംശയം. ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഈ എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എടുത്തോ, അവരൊന്നും ഔലിയ പദവിയിൽ എത്തിയവരോ വലിയ കറാമത്തിന്റെ അല്ലെങ്കിൽ അത്യുന്നതങ്ങളിൽ എത്തിയവരൊന്നല്ല. അവർ മൺമറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, അത് ഇസ്ലാമിന്റെ ഷിയാറുകളാണ്, അതായത് അടയാളങ്ങളാണ്. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളെ അടുത്ത് വരുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയപ്പെടുന്ന ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെയും ഷാഹുൽ ഹമീദ് നാഹൂർ പാപ്പാന്റെയും മമ്പ്രം തങ്ങളുടെയും സി എം വലിയുല്ലാഹി തങ്ങളുടെയൊക്കെ മക്ബറയിലേക്ക് വരുന്ന മനുഷ്യർ സെക്കുലർ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അതായത് ഹൈന്ദവർ, മുസ്ലിം, ക്രിസ്ത്യൻ, മറ്റ് പല ആളുകളും അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അല്ലെങ്കിൽ അവിടെ പോയി കണ്ടാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് അവിടെ വരുന്നത്. അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച മഹത്തുക്കളാണ്, ഔലിയാക്കളാണ്. അവരിൽ നിന്ന് ഒരുപാട് കറാമത്തുകൾ, ഒരുപാട് സംഭവ വികാസങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും ഞാനും അള്ളാഹു പറയുന്നത് പോലെ 100% അവനെ മാത്രം ചിന്തിച്ച് ജീവിച്ച് അവനക്ക് അമല് ചെയ്ത് നമ്മൾ ജീവിച്ചാൽ അള്ളാഹു നമ്മുടെ കണ്ണാകും, നാവാകും, കാലാകും, കയ്യാകും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഖുർആനും ഹദീസും സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ ജീവിച്ചാൽ അങ്ങനെ തന്നെ വരും. അങ്ങനെ ജീവിച്ചവരാണ് അവരൊക്കെ. അവർ പറയുമ്പോൾ ചില വിഷയങ്ങൾ, ചില സങ്കടങ്ങൾ, ആരെങ്കിലൊക്കെ സാധുക്കളായിട്ടുള്ള അമലും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ വന്ന് പരാതികൾ പറയുമ്പോൾ അള്ളാഹുവിനെ ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകളായിട്ടുള്ള ഈ ഔലിയാക്കളിൽ പദവിയിൽ പെട്ടവര് അവർ അള്ളാഹുവിനോട് പറയും ഇവരുടെ കാര്യം സലാമത്താക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എവിടെയാണ് തെറ്റ്? അത് മൺമറഞ്ഞതിന് ശേഷവും അവരുടെ കറാമത്തുകൾ പ്രകടമാണ്, അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, തിരിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു തെളിവായിട്ടോ അത് ഒരു അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വാദമായിട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയുമോ? ഇനി ഒരു ആയത്തും ഒരു ഹദീസും ഇറക്കാനായിട്ട് ഇനി ആരെങ്കിലും വരും? അപ്പോൾ ഉള്ള ആയത്തും ഹദീസും വെച്ച് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. മതയുക്തിവാദത്തിലേക്ക് പോകുന്നത് വലിയ പ്രശ്നമാണ്. മതയുക്തിവാദം ഭയങ്കര പ്രശ്നമാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും മതനിഷേധികളും ദൈവനിഷേധികളും വേറൊരു സ്ഥലത്തുണ്ട്. അവർക്ക് നമ്മൾ ഇതുപോലെയുള്ള ഏണി വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സഫ്വാൻ സഖാഫി ആണെങ്കിലും ഏത് പണ്ഡിതന്മാരാണെങ്കിലും മഹാന്മാരായ ആളുകളുടെ അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുലേക്കാണ് ദുആ ചെയ്യുന്നത്. നിങ്ങൾ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. മറ്റൊരർത്ഥത്തിലേക്ക് അവരോട് പോയിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിനോട് എങ്ങനെയൊക്കെ സഹായം ചോദിച്ചു അള്ളാഹ് ചെയ്തു തരുന്നത് പോലെ അവരിൽ നിന്ന് കിട്ടും എന്ന വിശ്വാസം കൊണ്ട് ഒരു മക്ബറയിലും ഒരു ഔലിയാന്റെ അടുത്തും ആരും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട രീതിക്കും സെർച്ച് ചെയ്യേണ്ട രീതിക്കും അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ഇതിന് ശ്രമം നടത്തുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും കഴിയും. ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ച് പബ്ലിക്കിൽ വരുന്നതിന് പകരമായിട്ട് വർത്തമാന സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെയും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെയും ഫോക്കസ് ചെയ്ത് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. അതിലേക്കായിരിക്കട്ടെ നിങ്ങളുടെ ചർച്ചയും കാര്യങ്ങളും എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുന്നു. താങ്ക് യു.